ലിപ്പ് വന്നിട്ട് ആകെ പൊട്ടിപ്പൊളിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണോ, നമുക്ക് നല്ലൊരു മാസ്ക് കൊടുത്തിട്ട് സോഫ്റ്റാക്കി എടുത്താലോ. മാസ്ക് തയ്യാറാക്കാൻ എന്തൊക്കെ വേണം നോക്കിയാലോ. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗോൾഡിൻ്റെ പീലോസ് മാസ്ക് ആണ് കേട്ടോ. കുറച്ചെടുത്താൽ മതി, ലിപ്പിൽ മാത്രമല്ല അപ്ലൈ ചെയ്യാനുള്ളൂ. പിന്നെ ഞാനിവിടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ഞാനിവിടെ കോക്കനട്ടിൻ്റെ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ തണുപ്പായതുകൊണ്ട് ഇപ്പോൾ ക്രീമാണോ ഓയിലാണോ എന്നറിയാത്ത അവസ്ഥയിലാണ്. അലവേരയുടെ ജെല്ലായാലും കുഴപ്പമില്ല, ഒന്നും നോക്കണ്ട, മൂന്നും കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചുണ്ടുമ്പിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് കട്ടിക്ക് അങ്ങോട്ട് കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 5-10 മിനിറ്റോ വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് ഉണങ്ങുകയാണെങ്കിൽ ഒറ്റ വലിക്കാൻ നമ്മുടെ കൈ പോരും. പക്ഷേ എൻ്റെ ഇത്തിരി ഉണക്കം കുറവുള്ളതുകൊണ്ട് കുറേശ്ശെ എനിക്ക് പറിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ നമ്മുടെ ചുണ്ടിലുള്ള ഡെഡായിട്ടുള്ള സ്കിൻ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ കൂടെ റിമൂവ് ആയിട്ട് പോരും. അങ്ങനെ റിമൂവ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പ് വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഞാൻ ഇത്രയും റിസൾട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അടിപൊളിയായിട്ടുള്ളൊരു മാസ്കാണ്. അതിനുശേഷം ഞാനൊരു ലിപ് ബാം ഇട്ട് കൊടുത്ത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.